SKN, ഗുഡ് മോർണിംഗ്. SKN40 യാത്രയെ സ്വീകരിക്കാൻ താമരശ്ശേരി ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി, അതായത് നാളെ SKN40 യാത്ര താമരശ്ശേരിയിൽ എത്തുമ്പോൾ അതിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നോടിയായിട്ടുള്ള ഒരു കൂട്ടയോട്ടമാണ് താമരശ്ശേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. താമരശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇടമാണ്. അതുമാത്രമല്ല, ലഹരിയുടെ പേരിൽ നിരവധി കൊലപാതകങ്ങൾ നടന്നൊരു സ്ഥലം കൂടിയാണ് താമരശ്ശേരി. അതുകൊണ്ട് ലഹരിക്കെതിരെ ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഇടം കൂടിയായി താമരശ്ശേരി മാറുകയാണ്. ഇപ്പോൾ 24 കുടുംബാംഗം കൂടിയായിട്ടുള്ള മജീദാണ് ചേരുന്നത്. നാളെ ഇപ്പോൾ SKN40 ഇവിടേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരുക്കങ്ങൾ? നാളെ രാവിലെ 4 മണിക്ക് താമരശ്ശേരി ചുരം 4 മണിൽ നിന്നാണ് ആരംഭിക്കുക. അപ്പോൾ അതിന് ഗംഭീരമായുള്ള തയ്യാറെടുപ്പുകളാണ് എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അടിവാരത്തും അതേപോലെ തന്നെ കൈതപ്പോയിൽ, ഈങ്ങാപ്പുഴ, താമരശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഗംഭീരമായുള്ള സ്വീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിവിധ ക്ലബ്ബുകൾ, സംഘടനകൾ എല്ലാം തന്നെ നമ്മുടെ SKN40 യാത്രയ്ക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. താമരശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബംഗളൂരിൽ നിന്നുൾപ്പെടെ കേരളത്തിലേക്ക് ലഹരി ഒഴുകുമ്പോൾ അത് താമരശ്ശേരി ചുരം ഇറങ്ങിയാണ് എത്തുന്നത്. ഇവിടുത്തെ മഹല് കമ്മിറ്റികൾ ഉൾപ്പെടെ അതിനെതിരെ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് SKN40 യാത്ര താമരശ്ശേരിയിൽ എത്തുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മെക്സവൻ ഉൾപ്പെടെയുള്ള വിവിധ ഹെൽത്ത് ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചിട്ടുള്ളത്. താമരശ്ശേരി KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം പഴയ ബസ് സ്റ്റാൻഡിന് സമീപമായിരിക്കും അവസാനിപ്പിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും വലിയ ജനപിന്തുണ SKN40ക്ക് മറ്റിടങ്ങളിൽ ലഭിച്ച പോലെ തന്നെ താമരശ്ശേരിയിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുമുള്ളത്. SKN